ആദ്യകാല കോൺഗ്രസ് നേതാവിന് ആദരമർപ്പിച്ച് നെന്മാറയിൽ ഗ്രാമപഞ്ചായത്ത് സാരഥികൾ. നെന്മാറ പഞ്ചായത്ത് രൂപീകരിച്ച കാലത്ത് ആദ്യ പ്രസിഡന്റായിരുന്ന ആർ വിശ്വനാഥൻ ചെട്ടിയാർക്കാണ് ജനപ്രതിനിധികൾ ആദരമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വസതിയിലെ വളപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമയിൽ അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. പുതുതായി ചുമതലയേറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുനിൽ, വാർഡംഗങ്ങളായ സൗമ്യ വിജയൻ, എം.ആർ. നാരായണൻ, രമ എന്നിവരാണ് വിശ്വനാഥൻ ചെട്ടിയാരുടെ വീട്ടിലെത്തി പ്രതിമയിൽ പുഷ്പഹാരം അർപ്പിച്ചത്. വിശ്വനാഥൻ ചെട്ടിയാരുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെയുള്ള ചരിത്രം ഞങ്ങളേവരെയും പഠിപ്പിച്ചു തന്നത് അവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ പഴയ പ്രശസ്ത കള്ളന്മാരായ ചേകൂനെയും വീരുവിൻ്റെയൊക്കെ തലയെറുത്ത് ശിക്ഷ നടപ്പാക്കിയ വലിയൊരു പാരമ്പര്യത്തിൻ്റെ കൂടെ ഉടമയാണ് ശ്രീ വിശ്വനാഥൻ ചെട്ടിയാർ അവർ. എന്നും നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും ജനങ്ങളുടെ നീതിയും ന്യായവും സംരക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ സ്മരണകളെ ഓർത്തുകൊണ്ട് തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹപ്രകാരമാണ് ഇവിടെ ഈ പ്രതിമയ്ക്ക് മുമ്പിൽ വരികയും അതിന് പുഷ്പാർച്ചന അർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്മൃതികളെ ഓർക്കുകയും മാലയിട്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തികളുമായിട്ട് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരും പ്രിയപ്പെട്ട ഈ നാട്ടിലെ ആളുകളൊക്കെ കൂടി യോജിച്ച് വന്നിട്ടുള്ളത്. പിന്നീട് തിരുക്കൊച്ചി നിയമസഭയിൽ MLCയുമായിരുന്നു വിശ്വനാഥൻ ചെട്ടിയാർ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N. സോമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെട്ടിയാരുടെ ബന്ധു വിശ്വനാഥൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു. കുടിവെള്ളം, വൈദ്യുതി വിതരണം, രജിസ്റ്റർ ഓഫീസ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ചെട്ടിയാരുടെ കാലത്താണ് ഉണ്ടായത്. കർഷകർക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ചെട്ടിയാർ നിയമസഭയിൽ ശബ്ദമുയർത്തിയിരുന്നു. കോൺഗ്രസിന് നിലവിലെ ഭരണസമിതിയിൽ 13 അംഗങ്ങളാണുള്ളത്. CPM-ന് 5ഉം BJP-ക്ക് 3ഉം ഒരു സ്വതന്ത്രനും. മുമ്പും പലതവണ നെന്മാറ പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രതിനിധികൾ പ്രസിഡന്റുമാരായിരുന്നിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.